അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ബിസിനസ്സും അതിൻ്റെ തന്ത്രങ്ങളും. അതിവേഗം മാറ്റങ്ങളെ സ്വീകരിച്ച് മുന്നേറുകയാണ് ബിസിനസ്സിന് വിജയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടത്. പരമ്പരാഗത ബിസിനസ് തന്ത്രങ്ങൾക്കപ്പുറം ബിസിനസ് വളർച്ചയെ നിയന്ത്രിക്കുന്ന ചില ആധുനിക തത്വങ്ങളുണ്ട്. ഏത് തരത്തിലുള്ള ബിസിനസ്സിലായാലും വളർച്ച, ഏറ്റെടുക്കൽ, നിലനിർത്തൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരാളേക്കാൾ വിജയിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുന്നു. ഇതിന് കാരണം ബിസിനസ് വിജയം ഉറപ്പാക്കാനുള്ള പൊതുവായ പ്രധാന ഗോളുകൾക്കപ്പുറമുള്ളതും ബിസിനസ്സിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതുമായ ചില ആധുനിക കാല ബിസിനസ് മന്ത്രങ്ങളാണ്. വിജയിച്ച ഓരോ ബിസിനസ് മാതൃകകളും ചില സൂചനകൾ നൽകും. ജയം ഉറപ്പാക്കാൻ നാം അതിനെ മാതൃകയാക്കിയാൽ മാത്രം മതി. ആത്യന്തികമായി വിജയം കൈവരിക്കാനാവുന്നത് കർമ്മ പദ്ധതികളും ആസൂത്രണവും നിലപാടുകളും തുടർച്ച നഷ്ടപ്പെടാതെ നടപ്പാക്കുന്നതിലൂടെയാണ്. പലപ്പോഴും ഗുണകരമായ നിലപാടുകൾ കൈക്കൊള്ളുന്നതിന് ബിസിനസ് മന്ത്രങ്ങൾ സഹായകമാകും. ഓരോ ബിസിനസ് മന്ത്രവും ഓരോ വിത്താണ് ശരിക്കും. ശരിയായ പരിചരണത്തിലൂടെ അതിൽ നിന്നും ഓരോരുത്തർക്കും അവരവർക്ക് അനുയോജ്യമായ ബിസിനസ് നിലപാടുകൾ കണ്ടെത്താൻ സാധിക്കും. ഈ മന്ത്രങ്ങളെക്കുറിച്ച് ഏറ്റവും ആവേശം തരുന്ന കാര്യം ഇവയെല്ലാം കൂടുതൽ തയ്യാറെടുപ്പുകളില്ലാതെ ഇപ്പോൾ തന്നെ നടപ്പാക്കാൻ സാധിക്കും എന്നതാണ്. എല്ലാ ബിസിനസ്സിനും പൊതുവായി പ്രയോഗിക്കാവുന്ന 5 ബിസിനസ് മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ മന്ത്രം: വാഗ്ദാനം ചെയ്തതിലേറെ നൽകുക. മത്സരം വർദ്ധിച്ചു വരുന്ന വിപണിയിൽ എങ്ങനെ സ്വന്തം ബിസിനസ്സിൻ്റെ കീർത്തിയും സ്ഥാനവും ഉയർത്തിപ്പിടിക്കും? വാഗ്ദാനം ചെയ്തതിലും കൂടുതൽ സേവനമോ ഉൽപ്പന്നമോ ലഭ്യമാക്കി വിശ്വാസ്യത ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിനുള്ള വഴി. ഒരാൾ നൽകുന്ന വാഗ്ദാനങ്ങൾ അതേ അർത്ഥത്തിൽ പാലിക്കപ്പെടുമ്പോഴേ അയാൾക്ക് സ്ഥാനമുണ്ടാകും. ഉപഭോക്താവിൻ്റെ പ്രതീക്ഷകളെ നിലനിർത്തണമെങ്കിൽ അവൻ പ്രതീക്ഷിക്കുന്നതിലേറെ നാം നൽകേണ്ടി വരും. നൽകാമെന്നേറ്റ ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനമോ പറഞ്ഞ സമയത്തിന് മുമ്പേ നൽകുന്നത് ഉപഭോക്താവിനെ ഏറെ സന്തോഷിപ്പിക്കും. ഉപഭോക്താവിൽ സന്തോഷത്തിനപ്പുറം ലഭിച്ച സേവനത്തെക്കുറിച്ച് അത്ഭുതമുണ്ടാകുമ്പോഴാണ് അവരിൽ വിശ്വാസ്യത ജനിക്കുക. ഓരോ ബിസിനസ്സിലും ഈ രീതി പ്രാവർത്തികമാക്കാനും ഉപഭോക്താക്കളുടെ ഇടയിൽ വിശ്വാസ്യത നേടിയെടുക്കാനും സാധിക്കും. ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നിങ്ങൾ നൽകാൻ പോകുന്ന അധിക സേവനം ഉപഭോക്താവിനോട് നേരത്തെ വെളിപ്പെടുത്തരുതെന്നാണ്. സേവനം അഥവാ ഉൽപ്പന്നം പ്രതീക്ഷിച്ചതിലും മെച്ചമായി പ്രതീക്ഷിച്ചതിലും നേരത്തെ കയ്യിൽ കിട്ടുമ്പോൾ ആ സമയത്ത് മാത്രമേ ഉപഭോക്താവ് അതറിയാൻ പാടുള്ളൂ. ഫലത്തിൽ ഒരു പാരിതോഷികം ലഭിക്കുന്ന അനുഭവമാവണം ഉപഭോക്താവിന്. രണ്ടാമത്തെ മന്ത്രം: ശരിയായ ഉപഭോക്താവിനെ തിരിച്ചറിയുക. തങ്ങളുടെ ഉപഭോക്താവ് ആരെന്ന് എല്ലാ ബിസിനസ്സുകാർക്കും അറിയാമായിരിക്കും. എന്നാൽ അവരിൽ നിന്ന് യഥാർത്ഥ ഉപഭോക്താവിനെ കണ്ടെത്തുക പ്രധാനമാണ്. ഒരു സംരംഭത്തിൻ്റെ ഉൽപ്പന്നങ്ങളിലോ സേവനത്തിലോ സമ്പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്നവരാണ് ആ സംരംഭത്തിൻ്റെ ഉപഭോക്താവ്. അവർ പ്രസ്തുത സംരംഭത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറം ആ സംരംഭത്തിലേക്ക് കൂടുതൽ ഉപഭോക്താക്കളെ എത്തിക്കുകയും ചെയ്യും. ഈ സംരംഭത്തിൽ നിന്നുള്ള പുതിയ ഉൽപ്പന്നങ്ങളെ ഇത്തരം ഉപഭോക്താക്കൾ കയ്യും നീട്ടി സ്വീകരിക്കും. അമേരിക്കയിൽ ആൾക്കാർ ക്യൂ നിന്ന് ഐഫോൺ വാങ്ങാൻ തയ്യാറായത് വിശ്വാസ്യതയും പ്രതീക്ഷയും കൊണ്ട് മാത്രമാണ്. വിജയകരമായ എല്ലാ ബിസിനസ്സുകൾക്കും യഥാർത്ഥ ഉപഭോക്താക്കളുണ്ട്. അവർ കൂടുതൽ പ്രതീക്ഷകളുമായി എപ്പോഴും ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ സമീപിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഒരു കമ്പനിയുടെ ആകെ വരുമാനത്തിൻ്റെ 80% ഇത്തരം സ്ഥിരം ഉപഭോക്താക്കളിൽ നിന്നായിരിക്കും. ഒരു ബ്രാൻഡിൽ സമ്പൂർണ്ണ വിശ്വാസം അർപ്പിച്ചെത്തുന്ന ഉപഭോക്താക്കൾ ആകെയുള്ള ഉപഭോക്താക്കളുടെ 20% വരുമെന്നാണ് കണക്ക്. എന്നാൽ ഈ 20%കാരാണ് 80% ബിസിനസ്സും തരിക. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു ബിസിനസ് മന്ത്രമാണ്. യഥാർത്ഥ ഉപഭോക്താക്കളുടെ ശതമാനം 20-ൽ നിന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ ബിസിനസ്സിലുണ്ടാവുന്ന കനത്ത നേട്ടത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ശ്രമിച്ചാൽ കൂടുതൽ സ്ഥിരം ഉപഭോക്താക്കളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ മന്ത്രം: ശാശ്വതമായുള്ള മാറ്റം മാത്രം. ബിസിനസ്സിൽ എന്നും നിലനിൽക്കുന്ന തത്വമാണിത്. വിപണിയിൽ എത്ര ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമായാലും ഒരു നിശ്ചിത കാലത്തേക്ക് ഡിമാൻഡ് നിലനിൽക്കുകയുള്ളൂ. വൈദ്യുതി വ്യാപകമാകുന്നതിന് മുമ്പ്
മെഴുകുതിരി ഉൽപ്പാദകരായിരുന്നു ഏറ്റവും ലാഭമുണ്ടാക്കിയിരുന്ന ബിസിനസ്സുകാർ. അതുപോലെ തന്നെയാണ് ട്രാവൽസുകാരും. ഓൺലൈൻ ടാക്സി വരുന്നതിന് മുമ്പേ വളരെ നല്ല രീതിയിൽ ലാഭമുണ്ടാക്കിയ ഇക്കൗട്ടർ ഇപ്പോൾ എണ്ണപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. വ്യക്തമായ ആസൂത്രണത്തിലൂടെ ഭാവിയുടെ വിപണിയെ ഭാവനയിൽ കണ്ടു പ്രവർത്തിക്കുകയാണ് ബിസിനസ്സിൽ വിജയകരമായി തുടരുന്നതിന് ഏറ്റവും ആവശ്യം. 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോഴേക്കും തൻ്റെ ബിസിനസ്സിനും ബിസിനസ് ലോകത്തിനും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. മാർക്കറ്റിങ്ങിൽ ഉണ്ടാകാനിടയുള്ള പരിഷ്കാരങ്ങൾ, തൻ്റെ ബിസിനസ് മേഖലയിലേക്ക് കൂടുതൽ പേർ കടന്നു വരാനുള്ള സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തണം. ഇന്ന് സജീവമായിട്ടുള്ള ഒരു ബിസിനസ് ഭാവിയിൽ തളർച്ച വരാൻ പോകുന്ന മറ്റൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ വളർച്ച തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ സാങ്കേതിക വിദ്യയിലെ ഒരു പുത്തൻ കണ്ടുപിടുത്തമാകാം. സാങ്കേതിക വിദ്യയിലെ പരിഷ്കാരം വളരെ നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു സംരംഭത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയേക്കാം. സെൽഫോണുകൾ ലാൻഡ് ഫോണുകളെയും ഇൻ്റർനെറ്റ് കഫേകളെയും ബാധിച്ചതും ഇമെയിൽ തപാൽ കത്തുകളെ ബാധിച്ചതും OLX വാഹന ബ്രോക്കർമാരെ ബാധിച്ചതും തന്നെ ഉദാഹരണം. പുതിയ പ്രവണതകളെയും സാങ്കേതിക വളർച്ചയും എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ടീം അംഗങ്ങളോടൊപ്പം ആവർത്തിച്ചുള്ള ചർച്ചകൾ നടത്തണം. എല്ലാവരുടെയും നിർദ്ദേശങ്ങൾക്ക് കാതോർക്കണം. പുതിയ ആശയങ്ങൾക്കായി തുറന്ന മനസ്സോടെ കാത്തിരിക്കണം. 4ാമത്തെ മന്ത്രം എന്തെന്ന് നോക്കാം. നല്ല ഊർജത്തോടെ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുക. 24 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ തീർക്കാൻ എന്തിനാണ് 48 മണിക്കൂർ ചെലവഴിക്കണം? എത്ര സമയം ജോലി ചെയ്തു എന്നതിലല്ല, എത്രത്തോളം ഫലപ്രദമായി ജോലി ചെയ്തു എന്നതാണ് പ്രധാനം. പരമാവധി നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ബിസിനസ്സിൽ വിജയവും വികസനവും സാധ്യമാകൂ. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പരമാവധി നേട്ടമുണ്ടാക്കാൻ നാം ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായേക്കാം. റിയൽ എസ്റ്റേറ്റിൽ ഒരാൾ വായ്പ വാങ്ങി പണമിറക്കുന്നത് ഭാവിയിൽ കൂടുതൽ നേട്ടം കണക്കാക്കിക്കൊണ്ടാണ്. ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനം അവനെക്കൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിക്കണം. പരമാവധി കാര്യങ്ങൾ നടത്തിയെടുക്കുക വഴിയേ ലാഭം പരമാവധി വർദ്ധിപ്പിക്കാൻ സാധിക്കൂ. 5ാമത്തെ മന്ത്രം, കഴിവുള്ളവരുടെ സേവനം ഉപയോഗപ്പെടുത്തുക. ഒരു സംരംഭത്തിലും എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് സ്വയം ചെയ്തു തീർക്കാനാവില്ല. എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തു തീർക്കാനുള്ള കഴിവ് ഒരാൾക്കുണ്ടാവുകയുമില്ല. ഈ പ്രശ്നത്തെ മറികടക്കാൻ പ്രൊഫഷണലുകളെയും തൊഴിൽ പരിചയമുള്ളവരെയും കണ്ടെത്തണം. ഓരോ രംഗത്തും മികച്ച കഴിവുള്ളവരെ കണ്ടെത്തി സേവനം ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. മികവുറ്റ ജീവനക്കാരെ കണ്ടെത്തുന്നതിന് 3 ഘടകങ്ങളുണ്ട്. ടാലൻറ്റ് മാപ്പിംഗ് ആണ് ആദ്യ ഘട്ടം. ആ വ്യക്തമായ കഴിവും തൊഴിൽ പരിചയവും വിലയിരുത്തലാണിത്. ഏത് ഉത്തരവാദിത്വത്തിലേക്കാണോ ആളെ വേണ്ടത് ആ തസ്തികയ്ക്ക് ആവശ്യമായ 20 പ്രധാന പ്രത്യേകതകൾ ആദ്യം നിങ്ങൾ കണ്ടെത്തണം. നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന തസ്തികയെക്കുറിച്ച് വ്യക്തമായ രൂപമായി കഴിഞ്ഞാൽ നിയമന നടപടികൾ കുറേ എളുപ്പമാകും. 2ാം ഘട്ടമായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തുകയെന്നുള്ളതാണ്. 3ാം ഘട്ടത്തിൽ വേണം ഇൻ്റർവ്യൂ നടത്തി നിയമനം ഉറപ്പിക്കാൻ. ഓരോ ഉദ്യോഗാർത്ഥിയെയും നേരിൽ വിളിച്ചു വരുത്തി ഇൻ്റർവ്യൂ ചെയ്യണം. പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുമെന്ന് അവരോട് വ്യക്തമായി ചോദിച്ചറിയണം. മറ്റ് യോഗ്യതകളും വ്യക്തിത്വവും കൂടി വിലയിരുത്തണം. ഇതെല്ലാം നടത്തി നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരെ തരുന്ന ആസ്പയർ ജോബ് പോലുള്ള HR സൊല്യൂഷൻസ് നൽകുന്ന കമ്പനികളുമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അത്തരക്കാരുടെ സേവനവും തേടാം. ഈ 5 മന്ത്രങ്ങൾക്ക് പുറമെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശാരീരിക ആരോഗ്യമില്ലെങ്കിൽ മാനസികമായും വൈകാരികമായും തളരാൻ ഇടയുണ്ട്. ചെയ്യേണ്ടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും മനസ്സിനെ ബാധിക്കും. കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും ഉറപ്പാക്കണം. മദ്യപാനം നിയന്ത്രിക്കുകയും പുകവലി ഒഴിവാക്കുകയും ചെയ്യുക. ശാരീരികമായും മാനസികമായും ആരോഗ്യവാനായ ഒരാളുടെ മനസ്സിൽ മാത്രമേ ആവേശവും വിജയത്തിലേക്കുള്ള കുതിപ്പും സാധ്യമാകൂ. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.